ആക്ച്വലി അഹങ്കാരി എന്ന് കേൾക്കുമ്പോൾ അയ്യോ അഹങ്കാരമാണ് എന്ന് പറയുമ്പോൾ ചേച്ചി അത് എങ്ങനെ എടുക്കും ചേച്ചി? ഞാൻ സമ്മതിച്ചു തരില്ല. കാരണം ഞാൻ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എന്തിനു പറയുന്നത് ഈ സിനിമാക്കാരിൽ നിന്നും ഈ അഹങ്കാരി എന്നുള്ള വാക്കിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പഠിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജിനെ അഹങ്കാരി എന്ന് ഒരു കാലത്ത് ഭയങ്കര അറ്റാക്ക് ആയിരുന്നല്ലോ. എന്താണ് അവൻ കാണിച്ച സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതെ, അത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞാൽ അത് നന്നായിന്നേ പറയുള്ളൂ. കാരണം അതുകൊണ്ട് ഇപ്പം മിണ്ടാതിരിക്കുമ്പോൾ ആരും എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കത്തില്ലല്ലോ. ഇപ്പം പലയിടത്തും പൃഥ്വിരാജ് പ്രതികരിക്കും എന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്ന മീഡിയക്കാരുണ്ട്. പൃഥ്വിരാജ് പ്രതികരിച്ചില്ല. കാരണം പ്രതികരിച്ചാൽ അഹങ്കാരിയല്ലേ, പ്രതികരിക്കണ്ട. അപ്പോൾ ഒരു കണക്കിന് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ അഹങ്കാരി എന്ന് പറയുന്നത്? ഇപ്പോൾ ജയന്തിക്ക് സാമാന്യം നല്ല ശുദ്ധമായ മലയാള ഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ജയന്തിയോടൊരു ചോദ്യം ഞാൻ ചോദിക്കുമ്പം ജയന്തിക്ക് അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ ജയന്തി അത് ഭംഗിയായിട്ട് പറയും. തീർച്ചയായിട്ടും. അപ്പം നാളെ ചെറുപ്പക്കാരി വെച്ചടിക്കുക, നാക്ക് മര്യാദയ്ക്ക് മിണ്ടായി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അഹങ്കാരമാവുന്നത്? അപ്പൊ ചെറിയ വായിൽ വലിയ വർത്താനം എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നതാണോ? അത് അവൻ്റെ അറിവാണത്. അവൻ പഠിച്ചത്, അവൻ്റെ അധ്യാപകരിലൂടെ അവന് സിദ്ധിച്ച വിജ്ഞാനം, അവൻ്റെ മാതാപിതാക്കളിലൂടെ അവന് കിട്ടിയ അറിവ്, ഇതൊക്കെ. പിന്നെ അവൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ 2 മക്കളെയും പഠിപ്പിച്ചിരിക്കുന്നത് പുസ്തകം വായിക്കാനാണ്. ആ കാര്യത്തിൽ ഞാൻ വളരെ പുറകിലാണ്. എന്നെ സംബന്ധിച്ച് പണ്ട് തകഴിയുടെ നോവൽ അല്ലെങ്കിൽ പി കേശവദേവ് അല്ലെങ്കിൽ എന്തിനാ PR ശ്യാമള വരെ എനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരായിരുന്നു. അപ്പം ഞാൻ അവരുടെയൊക്കെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുന്നല്ലാതെ സുഗോണിനെ പോലെ ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എല്ലാവരും നല്ലതാണൊന്ന് വായിക്കേ കേട്ടോ, ഒരു ഭാഷാജ്ഞാനമെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ മാത്രം ഞാൻ ഒരെണ്ണം വായിക്കും. അതായിരുന്നു എൻ്റെ ഒരു രീതി. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സുഗോട്ടൻ്റെ മക്കളും. വലിയൊരു ലൈബ്രറി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അതിനകത്ത് ഏതാണ്ട് ഒരു 50% പുസ്തകം ഞാൻ ശാന്തിപിള്ള ദിനേശ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ശാന്തിപിള്ളയുള്ള ഒരു വായനശാലയ്ക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ട്രെയിനിങ് എൻ്റെ മക്കൾക്ക് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായൊരു ഗുണം അവർക്കുണ്ട്.